ഏതായാലും ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നത് നിർഭാഗ്യകരം തന്നെയാണ്. അതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണം, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകണം. പക്ഷേ അപ്പോഴും മെഡിക്കൽ കോളേജിനെ ഒറ്റതിരിഞ്ഞ് ആകെ കുഴപ്പമാണ്, മെഡിക്കൽ കോളേജിൽ മൊത്തം കുഴപ്പമാണ്, എല്ലായിടത്തും പ്രശ്നമാണ് എന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നത് ഈ സാധാരണ മനുഷ്യർക്ക് അവരുടെ പ്രതീക്ഷകൾക്ക് അത് വലിയ തിരിച്ചടിയാകും. ഒരുപാട് മനുഷ്യന്മാർക്ക്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 80 ലക്ഷത്തിലധികം ആളുകൾക്കാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ നൽകിയിട്ടുള്ളത്. ഒപിയിലും അതുപോലെ തന്നെ അവിടെ കിടപ്പ് രോഗികളായിട്ടുമൊക്കെ ആയിട്ട്. അപ്പോൾ അത്രയും രോഗികൾക്ക് 1 കോടിയോളം ആളുകൾക്ക് ഓരോ വർഷവും ചികിത്സ നൽകുന്ന ഒരു ആതുരാലയമാണ്, ഒരു വലിയൊരു മെഡിക്കൽ സംവിധാനമാണ്. അപ്പോൾ ആ സംവിധാനത്തിൽ ചില പാകപ്പിഴകൾ ഉറപ്പായും ഉണ്ടാകും. ഇത്രയും രോഗികൾ വരുന്ന ഒരു സ്ഥലത്ത് പാകപ്പിഴകൾ സ്വാഭാവികമാണ്. അത് പരിഹരിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ. അതിനിപ്പോൾ LDF ഭരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, നാളെ UDF അധികാരത്തിൽ വന്നാലും അതിനുശേഷം അത് മാറിമറിഞ്ഞു വന്നാലും ഒക്കെ തന്നെ ഈ ഒരു സംവിധാനം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അവിടുന്ന് പഴയ കാലങ്ങളിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമിയുടെ ആ ചിത്രം നമ്മളെയൊക്കെ തന്നെ ഞെട്ടിച്ചാണ്. അതിൽ നിന്നൊക്കെ മെഡിക്കൽ കോളേജ് ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മെഡിക്കൽ കോളേജിൻ്റെ വ്യാപ്തിയും വർദ്ധിക്കണം, സ്റ്റാഫുകളുടെ എണ്ണവും ഒക്കെ തന്നെ വർദ്ധിക്കണം. അതിനൊക്കെ തന്നെയായി സർക്കാർ നടപടികൾ സ്വീകരിക്കണം. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാർ ഈ സിസ്റ്റം മുഴുവൻ തകർന്നു പോയി, ഈ സിസ്റ്റം മുഴുവൻ തകരാറിലാണ് എന്ന് വിലയിരുത്തുന്നതിനോട് എനിക്ക് യോജിക്കും.